held its Legislative Assembly election on April 9th and the results were declared on May 4th. But in between these 2 days, we heard a term very often, exit poll. എന്താണ് ഈ എക്സിറ്റ് പോൾ? ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അതിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഇലക്ഷൻ നടക്കുമ്പോൾ അവിടുത്തെ വോട്ടേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് പ്രൈവറ്റ് ഏജൻസീസ് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ നടത്തുകയും ആ സർവേ ബേസ് ചെയ്തുകൊണ്ട് ഏതൊക്കെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ആർക്കൊക്കെ എത്ര വോട്ട് ലഭിക്കും, ആർക്കൊക്കെയാണ് വിജയ സാധ്യത എന്നൊരു റിപ്പോർട്ട് അവർ തയ്യാറാക്കും. ആ ഒരു പ്രഡിക്ഷൻ റിപ്പോർട്ടിനെയാണ് നമ്മൾ എക്സിറ്റ് പോൾ എന്ന് പറയുന്നത്. നോട്ട് ദ പോയിന്റ്, ഇറ്റ്സ് ജസ്റ്റ് എ പ്രഡിക്ഷൻ റിപ്പോർട്ട്, ആക്ച്വൽ റിസൾട്ട് അല്ല. ആൻഡ് ഇത് എപ്പോഴും ഒരേപോലെ ആകണമെന്നുമില്ല. ഇതിന്റെ മെയിൻ റീസൺ എന്തെന്ന് വെച്ചാൽ ഈ വോട്ടേഴ്സ് എപ്പോഴും സിൻസിയറായി ഈ ഒരു സർവേയിൽ പങ്കെടുക്കണമെന്നില്ല. ഓൾസോ ഇറ്റ്സ് നോട്ട് മാൻഡറ്ററി ദാറ്റ് എവരിവൺ ഹാസ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഇറ്റ്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു മിസ്മാച്ച് വരാം. ബട്ട് സർപ്രൈസിംഗ്ലി ദിസ് ടൈം കേരള ഇലക്ഷനിൽ എക്സിറ്റ് പോൾ തമ്മിലും നമ്മുടെ ആക്ച്വൽ റിസൾട്ട് തമ്മിലും ചെറിയ ഒരു സിമിലാരിറ്റി ഉണ്ടായിരുന്നു. ആൻഡ് ഇത് വലിയൊരു ചർച്ചാ വിഷയമാവുകയും എന്താണ് ഇപ്രാവശ്യത്തെ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇലക്ഷനെ പറ്റിയുള്ള ഒപ്പീനിയൻ? ഓൾസോ, ഡു യു തിങ്ക് വി ക്യാൻ റിയലി ഡിപെൻഡ് ഓൺ എക്സിറ്റ് പോൾ? Comment your thoughts below. And also, if you like this video, don't forget to like the video and also subscribe to my channel. Bye.